ടി.എൻ. പ്രതാപൻ സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ ഇവിടെ ജയിച്ചു വന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ അയാൾ MP ആയിട്ട് പ്രതാപൻ MP ആയിരിക്കുന്ന കാലത്ത് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പെരുവല്ലൂര് കനാല് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ബന്ധപ്പെട്ട മെമ്പർമാരെ അതിന് ഫണ്ട് അനുവദിച്ച് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ടൂറിസത്തിന് ആൾ ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒട്ടനവധി കനാല് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ടൂറിസം ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫണ്ട് പോലും ഒരു രൂപ പോലും ഇവിടെ ചെലവഴിക്കാതെ ആ പദ്ധതി ലാപ്സായി പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കി തീർത്ത ആളാണ് ഈ ടി.എൻ. പ്രതാപൻ. അത്തരത്തിലുള്ള ആള് ഒരു ചെറിയൊരു കാര്യത്തിന് പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ആൾ ഇനി ഇവിടെ MLA ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് പാർട്ടിയല്ല വേണ്ടത്. പാർട്ടി ഞാനൊരു CPI-കാരനാണ്. CPI-കാരനാണ് ഞാൻ. അതിന് ഈ റോഡുകൾ ശോചനീയമായിട്ടുള്ള അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാവണം. പൈപ്പ് ലൈനിന്റെ വർക്കാണ് ഇവര് മുൻനിർത്തുന്നത്. ഒരാളും ഇവിടെ വർക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. മുൻ പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവും കൂടിയാണ്, വൈസ് പ്രസിഡന്റിന്റെ ഭർത്താവും കൂടിയാണ്. അതുകൊണ്ട് മുല്ലശ്ശേരി പഞ്ചായത്തിലെ റോഡുകളുടെ ഭയങ്കര മോശമായിട്ടുള്ള റോഡുകളുടെ പരിസ്ഥിതി മാറ്റേണ്ടത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ BJP ഏറ്റവും വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് മണലൂർ. മണലൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഏകദേശം 64,000-ഓളം വോട്ടുകൾ നേടി ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു മണ്ഡലം കൂടിയാണ്. ഇത്തവണ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KK അനീഷ് കുമാർ മത്സരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഒരു മണ്ഡലത്തിലുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ മുൻ MP-യുമായിട്ടുള്ള ടി.എൻ. പ്രതാപൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളൊരു വാർത്ത കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ടി.എൻ. പ്രതാപൻ എന്ന് പറയുന്ന മുൻ MP ഈ മണലൂർ നിയോജക മണ്ഡലത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. പേരെന്തായിരുന്നു? പേര് പ്രവീൺ എന്നാണ്. ഓക്കെ. ഈ ചേട്ടാ ഇപ്പോൾ ഈ നമ്മുടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഏകദേശം ഒരു മാസം കഴിഞ്ഞാൽ ഏകദേശം ഇത് നടക്കും കേരളത്തിൽ. അപ്പോൾ ഈ തൃശ്ശൂർ ജില്ലയിൽ വലിയ വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് മണലൂർ നിയോജക മണ്ഡലം. ഇവിടെ ടി.എൻ. പ്രതാപൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായാണ് സാധ്യത. അദ്ദേഹം ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളൊരു മൊത്തത്തിലൊരു അഭിപ്രായം എങ്ങനെയായിരിക്കും? ടി.എൻ. പ്രതാപൻ സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ ഇവിടെ ജയിച്ചു വന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ അയാൾ പ്രതാപൻ MP ആയിരിക്കുന്ന കാലത്ത് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പെരുവല്ലൂര് കനാല് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ബന്ധപ്പെട്ട മെമ്പർമാരെ അതിന് ഫണ്ട് അനുവദിച്ച് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ടൂറിസത്തിന് ആൾ ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒട്ടനവധി കനാല് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ടൂറിസം ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫണ്ട് പോലും ഒരു രൂപ പോലും ഇവിടെ ചെലവഴിക്കാതെ ആ പദ്ധതി ലാപ്സായി പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കി തീർത്ത ആളാണ് ഈ ടി.എൻ. പ്രതാപൻ. അത്തരത്തിലുള്ള ആള് ഒരു ചെറിയൊരു കാര്യത്തിന് പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ആൾ ഇനി ഇവിടെ MLA ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു നിയോജക മണ്ഡലത്തിന്റെ ഒരു നിലവിലൊരു അവസ്ഥ എങ്ങനെയാണ്? ജനങ്ങളുടെ ഒരു ജീവിത സാഹചര്യം. ഇപ്പൊ കർഷകരൊക്കെ ഒരുപാടുള്ള ഒരു മണ്ഡലം കൂടിയാണല്ലോ. അരിമ്പൂര് പോലെയുള്ള ഒരു കർഷക ഗ്രാമം തന്നെ ഈ ഒരു നിയോജക മണ്ഡലത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഈ ടി.എൻ. പ്രതാപനെ പോലെയൊക്കെയുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വിജയസാധ്യത എങ്ങനെയാണ്? പ്രതാപിന് തീർച്ചയായിട്ടും ഇവിടെ വിജയസാധ്യതയൊന്നും ഇല്ല, തീർച്ചയായിട്ടും പറയാം. പിന്നെ പറയാന്ന് വെച്ചാൽ നമ്മളുടെ മണലൂർ നിയോജക മണ്ഡലം മുല്ലശ്ശേരി പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കോൾ കർഷകരുള്ള സ്ഥലമാണ്. ഈ കോള് കർഷകർ വർഷങ്ങളായിട്ടുള്ള അവർ ദുരിതം അനുഭവിക്കുന്നത് ഈ ഉപ്പുവെള്ളം കയറുന്ന വിഷയമാണ്. വർഷം മറ്റേ ഇടിയഞ്ചര റെഗുലേറ്ററും അതുപോലെ തന്നെ എനമാവ് കെട്ട് അവിടുത്തെ റെഗുലേറ്ററും കൂടി ഉപ്പുവെള്ളം കയറിയിട്ട് എല്ലാ വർഷവും കൃഷിക്കാർക്ക് കൃഷി ചെയ്യും. ഉടനടി കുറെ കഴിഞ്ഞാൽ ഷട്ടറിന്റെ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ഉപ്പുവെള്ളം കയറിയിട്ട് ഈ ടൈം വരെ ഉപ്പുവെള്ളം കയറിയിട്ട് കൃഷി നശിച്ചു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അത് ഈ കണ്ട നാള് ഭരിച്ച LDF-ന്റെ MLA മുരളി പെരുന്നെല്ലിക്ക് അതിനൊരു പൂർണ്ണമായിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ തരില്ല. ലക്ഷക്കണക്കിന് രൂപ മണ്ണ് കൊണ്ടുപോയി തട്ടിയിട്ട് തടയണ കെട്ടി നിർത്തും, പിന്നെ അത് പൊളിച്ചു കളയും. പിറ്റത്തെ പോലും തടയേണ്ട ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെയ്ക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം മുരളി പെരുന്നെല്ലിയാണ് ഇവിടുത്തെ MLA നിലവിൽ. ഈ പഞ്ചായത്ത് തന്നെ ആളുടെ പഞ്ചായത്ത് തന്നെ ഒരു റോഡ് പോലും നല്ല റോഡ് കാണിച്ചു തരാൻ പറ്റാത്ത സ്ഥിതിവിശേഷം. ഈ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ റീബിൽഡ് കേരള വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് റീബിൽഡ് കേരള കുടിവെള്ള പദ്ധതിക്ക്
പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി പൊളിച്ചിട്ട് 6 വർഷത്തിലേറെ മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ മെയിൻ റോഡുകൾ മുഴുവൻ പൊളിഞ്ഞു കിടന്നിട്ട് ഇതുവരെയായിട്ടും ഒരു റോഡ് പോലും നന്നാക്കാൻ ഇതുവരെയ്ക്കും സാധിച്ചിട്ടില്ല. ഈ പെരുവല്ലൂർ ഭാഗത്ത് അതിൽ 50 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് റോഡ് ടെൻഡറിന് കൊടുത്തിട്ട് ഒരു ആളും MLA ഫണ്ട് എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ MLA വർക്കിന് ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ 6 മാസം 1 വർഷമായിട്ട് പൈസ കിട്ടുള്ളൂ. അതുകൊണ്ട് റോഡ് ആള് ഫണ്ട് വെച്ചത് പോലും ചെലവാക്കാനോ അതുപോലെ തന്നെ എന്തെങ്കിലും നടപടികൾ ഒരു വിരലനക്കാൻ പറ്റുന്ന ആൾക്ക് ഇതുവരെയ്ക്കും സാധിച്ചിട്ടില്ല. അത്തരത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമാണ്, കോൾ കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന വിഷയമാണ് ഉപ്പുവെള്ളം കയറുന്നത്. സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികൾ, ബന്ധപ്പെട്ട ആളുകൾ ബുദ്ധിമുട്ടാണ് റോഡുകളുടെ ശോചനീയാവസ്ഥ. ഒരു റോഡ് പോലും ഒരു പ്രദേശത്തുണ്ടാവില്ല. ഇത്തരത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും നാമാവശേഷം പറഞ്ഞാൽ ഒരു സൈക്കിൾ പോലും ആളുകൾക്ക് നടന്നു പോകാൻ വരെ സാധിക്കില്ല. അത്തരത്തിലൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഇപ്പോ ഈ സുരേഷ് ഗോപി തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച് ഇവിടെ നിന്ന് എം പി ആയി കേന്ദ്രമന്ത്രിയായതാണ്. അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിനായിട്ട് മണലൂരിലെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു വോട്ട് അദ്ദേഹത്തിന് നൽകിയിരുന്നു. 64,000 മുകളിൽ വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. അപ്പോൾ ആ ഒരു വോട്ടിംഗ് ശതമാനം ഇത്തവണ BJPക്ക് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു വോട്ടിംഗ് ശതമാനം നിലനിർത്താനുള്ള ഒരു സാധ്യതയുണ്ടോ ഇവിടെ? നിലവിലെ സാഹചര്യത്തില് അത്തരത്തിലുള്ള ജനങ്ങൾ മാറി ചിന്തിച്ചാൽ മാത്രമാണ് ഇവിടെ ഒരു ആളുകൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഗുണം കിട്ടണമെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ താഴെ തട്ടിലെ ജനങ്ങൾക്ക് എത്തിക്കണമെങ്കിൽ അതുപോലെ BJPയെ ബന്ധപ്പെട്ടുള്ള MLA വരണമെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടുകൾ അനവധി പൈസകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് താഴെ തട്ടില് ഇപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എന്നെ പെരുവല്ലൂർ ഭാഗത്തൊക്കെ 2 റോഡുകളൊക്കെ സുരേഷ് ഗോപിയുടെ MP ഫണ്ടിൽ നിന്ന് കിട്ടിയിട്ട് ചെലവഴിച്ചു. ഹൈമാസ് ലൈറ്റുകൾ, ഒട്ടനവധി പദ്ധതികൾ MPയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഇവിടെ അനുവദിച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, MLA ഒന്നും അത്തരത്തിലുള്ള പദ്ധതികളൊന്നും ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നില്ല. അത് അങ്ങനെ ചെയ്ത മറ്റേ MPയുടെ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ചെലവാക്കി കഴിഞ്ഞാൽ അത് ആളെ അക്കൗണ്ടിലേക്ക് പോകും. അപ്പോൾ അവിടെ മറ്റുള്ള ആളുകൾ BJPയായി ബന്ധപ്പെട്ട് കൂടിച്ചേരുമെന്നുള്ള ഒരു മാനസികാവസ്ഥയാവുന്നതുകൊണ്ട് മറ്റുള്ള ആളുകൾ, പഞ്ചായത്തുകളൊന്നും അതിന് വേണ്ടി മുതിരില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ടൂറിസം ബന്ധപ്പെട്ടുള്ള സ്ഥലമാണ് മുല്ലശ്ശേരി പഞ്ചായത്ത്. കഴിഞ്ഞ ടൈമിൽ പഞ്ചായത്തിൽ പറയുണ്ടായി, നമ്മൾ ടൂറിസം വകുപ്പിന് MPക്ക് ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഫണ്ട് കിട്ടും. ആ പ്രോജക്റ്റ് പോലും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൊടുക്കാൻ പറ്റും പഞ്ചായത്ത് ഇടപെട്ട് നടപ്പിലാക്കിയില്ല. അത്തരത്തിലുള്ള ആളുകളാണ് ഈ നിലവിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചേട്ടാ, ഇപ്പോൾ ഈ TN പ്രതാപൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ഇവിടെ MP ആയിരുന്ന ആളാണല്ലോ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വിഷയം അദ്ദേഹം ഈ ഒരു തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ മണലൂരിൽ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? മണലൂര് മണ്ഡലത്തിലായിട്ട് മുഴുവനായിട്ട് എന്ത് ചെയ്തെന്ന് എനിക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷെ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അയാളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഉണ്ടായൊരു ഉപകാരമാണ് നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് അനുവദിച്ചിട്ട് അതിമൊരു നടപടി എടുക്കാതെ ആ ഫണ്ട് ലാപ്സായി പോകുന്ന സ്ഥിതിവിശേഷമാണ്. അതുപോലെ ഇടപെടാൻ പറ്റാത്ത ആളാണ്. അയാളെ കൊണ്ട് വലിയ ഒരു പരിവർത്തനം ഇവിടെ മണലൂർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? പേര് മനോജ്. ചേട്ടാ, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ. ഈ മണലൂർ നിയോജക മണ്ഡലത്തിൽ മുൻ MP ആയിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് TN പ്രതാപൻ മത്സരിക്കാനാണ് സാധ്യത എന്നുള്ളൊരു രീതിയിലുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ എന്താണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? മാത്രല്ല, നമ്മുടെ മുല്ലശ്ശേരി പഞ്ചായത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യത്തിനും ആള് മുൻ MP ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആള് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ തോൽവിയിലേക്ക് എത്തുന്നതാണോ? തോൽവിയും ചെയ്യൊക്കെ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അത് അവര് തീരുമാനിക്കട്ടെ. ഇവിടെ മത്സരിച്ച് വരുന്നവര്, നമുക്ക് വേണ്ടത് റോഡുകളും കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ വേണം. പിന്നെ ഇപ്പോ പ്രേവി പറഞ്ഞ പോലെ ഈ കെട്ടുകളുടെ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടുകളുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓക്കെ ആക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വർക്ക് അവിടെ നടക്കണമുണ്ട്, കാര്യങ്ങളുണ്ട്. അത് സ്വാഭാവികമായിട്ടും ശരിയാണ്. എന്നും ഫണ്ട് വെച്ചിട്ട് എപ്പോഴും പൊട്ടിച്ച് വിടാവുന്ന ഒരു ആവേണ്ട ഷട്ടറിന്റെ ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് പാർട്ടിയല്ല വേണ്ടത്. ഞാനൊരു CPI കാരനാണ് ഞാൻ. അതിന് ഈ റോഡുകൾ ശോചനീയമായിട്ടുള്ള അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാവണം. പൈപ്പ് ലൈനിന്റെ വർക്കാണ് ഇവര് മുൻനിർത്തുന്നത്. ഒരാളും ഇവിടെ വർക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. മുൻ പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവും കൂടിയാണ്.
വൈസ് പ്രസിഡന്റിന്റെ ഭർത്താവും കൂടിയാണ്. അതുകൊണ്ട് മുല്ലശ്ശേരി പഞ്ചായത്തിലെ റോഡുകളുടെ ഭയങ്കര മോശമായിട്ടുള്ള റോഡുകളുടെ പരിസ്ഥിതി മാറ്റേണ്ടത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. ഇവിടെ ഈ മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഭൂരിഭാഗം റോഡുകളും തകർന്ന നിലയിലാണോ? തകർന്ന നിലയിലാണ്. വീണ്ടും വർക്കുകൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഇത് അവര് പറയുന്നത് ടെൻഡർ എടുക്കാൻ ആൾക്കാരില്ല എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ ഇപ്പൊ പൈപ്പ് ലൈനിന്റെ ആൾക്കാരാണ് അതിന്റെ എല്ലാം. മുല്ലശ്ശേരി പഞ്ചായത്തില് പൈസ ഇല്ലാണ്ടൊന്നല്ല. ഇതുപോലെ തന്നെ എളവള്ളി പഞ്ചായത്തും LDF ഭരിക്കണ പഞ്ചായത്താണ്. അവിടെ എളവള്ളിയിലേക്ക് ഒന്ന് പോയി നോക്കൂ, നല്ല രീതിയിലുള്ള റോഡുകളാണ്. അപ്പൊ ആ റോഡുകളുടെ അവസ്ഥകളാണ് ഏറ്റവും മെയിൻ. പിന്നെ കുടിവെള്ളം, ഇത് എല്ലാവരും പറയണ ഒരു കാര്യമാണ്. അതൊരു പാർട്ടി തലത്തിൽ പറയണതല്ല. ഞാൻ CPI കാരനോ അല്ലെങ്കിൽ BJP കാരനോ മറ്റൊരു ആരോ എല്ലാവരും പറയണത് ഇത് തന്നെയാണ്. അതുകൊണ്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്.